Hello, dear students. Okay, we will be discussing the questions at 1. So, next question is seventh question. Seventh question is under module 3. Okay, module 3 ൽ വരുന്ന question ആണ്. Sorry, module 4 ൽ വരുന്ന question ആണ്. That is, consider the reference string 1234 215 621 237 632 1236. How many page faults occurred while using FCFS for the following cases? ഇത് പേജ് ഫോൾട്ട് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. അപ്പോൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക ഏത് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. യെസ്, FCFS പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വി നീഡ് ടു റൈറ്റ് ദ റെഫറൻസ് സ്ട്രിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഓക്കെ, റെഫറൻസ് സ്ട്രിങ്ങിനെ നമ്മൾ ആദ്യമേ ഒരു റോയിൽ ഇങ്ങനെ എഴുതുക. ദാറ്റ് ഈസ് നമ്മുടെ ഈ റെഫറൻസ് സ്ട്രിങ് ഉണ്ടല്ലോ, ഇത്രയും റെഫറൻസ് സ്ട്രിങ് അങ്ങ് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് നമുക്ക് എന്താണ് ഫ്രെയിം ഇസ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം. ഫ്രെയിം ഇസ് ഈക്വൽ ടു ഫ്രെയിം ഇസ് ഈക്വൽ ടു ആകുമ്പോൾ ഹൗ മെനി പേജ് ഫോൾട്ട് ഒക്കെ, ഫ്രെയിം ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ ഹൗ മെനി പേജ് ഫോൾട്ട് വിൽ ഒക്കെ കണ്ടുപിടിക്കണം. സോ ആദ്യം ഫ്രെയിം ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ എത്ര പേജ് ഫോൾട്ട് ഒക്കെ ചെയ്യും? ഫ്രെയിം നമ്പർ 2 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ വരയ്ക്കേണ്ടത്? 2 കോളം വരയ്ക്കുക. 1 2. ദിസ് ഇസ് frame number 1, this is frame number 2. Okay, ഇനി ഫസ്റ്റ് പേജ് ആയ 1 വരുമ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ, സെക്കൻഡ് പേജ് ആയ 2 വരുമ്പോൾ സെക്കൻഡ് ഫ്രെയിമിലോട്ട് വരും. നൗ 3 എന്ന് പറഞ്ഞൊരു പേജ് വരാനായിട്ട് ദർ ഈസ് നോ ഫ്രെയിം സ്പേസ് ഹിയർ. പിന്നെ എവിടെ ആ പേജിനെ അലോക്കേറ്റ് ചെയ്യും? ദർ വി നീഡ് ടു അപ്ലൈ ദ അൽഗോരിതം, പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. അപ്പോൾ ഏത് പേജിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്, ഏത് ഫ്രെയിമിൽ നിന്ന് റീപ്ലേസ് ചെയ്യണം, വിൽ ഡിപ്പെൻഡ് ഓൺ ദ പെർട്ടിക്കുലർ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. ഇവിടെ FCFS, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് FCFS പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം വന്ന പേജിനെ ആദ്യം റീപ്ലേസ് ചെയ്യുക. സോ ഇവിടെ ആദ്യം വന്ന പേജ് ഏതാണ്? യെസ്, 1 ആണ് ആദ്യം വന്ന പേജ് അല്ലേ? 1 ആണ് ആദ്യം വന്ന പേജ്. സോ അതിനെ റീപ്ലേസ് ചെയ്ത് 3നെ അവിടെ ആ സ്ഥാനത്ത് കൊണ്ടുവരിക. സോ 3 2 വരും. സോ ഇതെന്താണ്? എം മീൻസ് മിസ്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുക, M സ്റ്റാൻഡ്സ് ഫോർ മിസ്, പേജ് മിസ്, ആൻഡ് H സ്റ്റാൻഡ്സ് ഫോർ പേജ് ഹിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് M കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് പേജ് ഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാരണം ഓൾറെഡി ആ പേജ് ഈ ഫ്രെയിമിൻ്റെ അകത്തുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ മിസ് കൊടുക്കും. ഇവിടെ ഫ്രെയിമിൻ്റെ അകത്തുണ്ടോ? ഇല്ല, മിസ്. ഇവിടെ 3 എന്ന് പറഞ്ഞ ഫ്രെയിമിൻ്റെ അകത്തുണ്ടോ? ഇല്ല, മിസ്. നെഗെയിൻ 4 വരുമ്പോഴത്തേക്കും ഇനി ആരാണ് അടുത്ത് വന്നത്? 3നെക്കാട്ടി മുന്നേ വന്ന ആരാണ്? 2. അപ്പോൾ 2നെ റീപ്ലേസ് ചെയ്ത് അവിടെ 4 ആകും. ഓക്കെ, അപ്പോൾ അവിടെയും മിസ്സാണ് വരുന്നത്. ഓക്കെ, എഗെയിൻ അടുത്ത ആരാണ്? ആദ്യം വന്ന 3നെ മാറ്റിയിട്ട് 2 വരും. എഗെയിൻ മിസ്. ഇവിടെ 1 വരുമ്പോൾ ആരെ റീപ്ലേസ് ചെയ്യും? 4നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 1 ആകും. എഗെയിൻ ഇവിടെ 5 എന്ന് പറയുമ്പോൾ 2നെ റീപ്ലേസ് ചെയ്ത് അവിടെ 5 ആവും. ഇവിടെ 6 ആകുമ്പോഴത്തേക്കും ഇവിടെ 1നെ റീപ്ലേസ് ചെയ്ത് ഇവിടെ 6 ആവും. ഇവിടെ എല്ലാം എന്താണ്? മിസ്സാണ് വരുന്നത്. എഗെയിൻ 2 ആകുമ്പം ഇവിടെ 5നെ റീപ്ലേസ് ചെയ്ത് ഇവിടെ 2 ആവും, മിസ്സാവും. ഇവിടെ 1 വരുമ്പോൾ 6നെ റീപ്ലേസ് ചെയ്ത് ഇവിടെ 1 വരും, ദാറ്റ് ഇസ് മിസ്സാവും. ഇവിടെ നോക്കിക്കേ, ഈ 2ൻ്റെ കേസ് നോക്കിയേ. 2 ഈസ് ഓൾറെഡി ഇൻ ദിസ് ഇൻ ദിസ് ഫ്രെയിം. ഈ ഫ്രെയിമിൽ 2 ഓൾറെഡി ഉണ്ട് അവിടെ, അതുകൊണ്ട് മിസ്സാണോ? അല്ല, അവിടെ എന്ത് വരും? ഹിറ്റ് വരും. അപ്പോൾ ആ ഒരു പേജ് ഫ്രെയിമിലുണ്ടോ ഇല്ലേ നോക്കുക, ഇല്ലെങ്കിൽ അവിടെ ഹിറ്റ് ആക്കുക. എഗെയിൻ 3 വരുമ്പോഴത്തേക്കും വിൽ ബി റീപ്ലേസിങ് 1നെ റീപ്ലേസ് ചെയ്ത് മിസ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് ഫൈനലി വിൽ ബി കൗണ്ടിങ് ദ നമ്പർ ഓഫ് M, അല്ലെങ്കിൽ നമ്പർ ഓഫ് മിസ്സസ് കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കവിടെ അറിയാം എത്ര പേജസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പേജസ് അറിയാം. 20 പേജസിലാകെ 2 ഹിറ്റേ ഉള്ളൂ. 2 ഹിറ്റും ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര മിസ് ഉണ്ടാവും? യെസ്, 18 മിസ് ഉണ്ടാവും. സോ ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഓക്കർ വെൻ ഫ്രെയിം ഇസ് ഈക്വൽ ടു 2 ഇസ് 18. ഇനി സപ്പോസ് ഹിറ്റ് എത്രയാണ്? 2. സപ്പോസ് ഹിറ്റ് റേഷ്യം മിസ് റേഷ്യം ചോദിക്കാം. അല്ല, മിസ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് 18/20. ഹിറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് 2/20. ഓക്കെ, റേഷ്യോ അഥവാ ചോദിക്കുകയാണെങ്കിൽ.
So number of page fault is 18. Similarly, ഇതേപോലെ frame is equal to 3. Frame is equal to 3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? 3 ഫ്രെയിം വരും. ഫ്രെയിം നമ്പർ 1, ഫ്രെയിം നമ്പർ 2, ഫ്രെയിം നമ്പർ 3. അപ്പോൾ ആക്ച്വലി 3 ഫ്രെയിംസ് വരെ മിസ്സായിരിക്കും. അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ 3 ഫ്രെയിംസ് ആണെന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. നമ്മളിവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രെയിം ഇസ് ഈക്വൽ 3 ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര മിസ് വരുമെന്ന് നോക്കിക്കേ, എത്ര ഹിറ്റ് വരുമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ മൈനസ് ചെയ്താൽ മതിയാവുമല്ലോ. എത്ര ഹിറ്റ് ഉണ്ട്? 1, 2, 3, 4 ഹിറ്റ് ഉണ്ട്. 4 hit means there are എത്ര മിസ് ഉണ്ട്? 16. So number of page fault is 16 when frame is equal to 3. അവിടെ അപ്പോൾ ഇവിടെ മിസ് റേഷ്യോ എത്ര വരും? യെസ്, 16/20. സിമിലർലി ഹിറ്റ് റേഷ്യോ എന്ത് വരും? 4/20. ക്വസ്റ്റ്യനിൽ ഹിറ്റ് റേഷ്യോ, മിസ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പേജ് ഫോൾട്ട് കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഫ്രെയിമിൻ്റെ എണ്ണം കൂടുന്തോറും പേജ് ഫോൾട്ട് ഇവിടെ കുറയും അല്ലേ. ഇപ്പോൾ ഫ്രെയിം 2 ആയിരുന്നപ്പോൾ നമുക്ക് പേജ് ഫോൾട്ട് 18 ആയിരുന്നു, 3 ആയിരുന്നപ്പോൾ അത് 16 ആയി. ഇത് നമ്മൾ ബെലാഡിസ് അനോമലി എന്ന് പറയും. അത് നമ്മളിനി വേറൊരു ക്വസ്റ്റ്യൻ സെറ്റിൽ പഠിക്കുന്നുണ്ട്. ബെലാഡിസ് അനോമലി. So Belladis anomaly means actually, Belladis anomaly means actually occurring in this FIFO page or FCFS page replacement algorithm. That is, what is that indicator means? It's a phenomenon in which increasing the number of page frames. In page frames increase result in an increase in the number of page fault. Okay. For a certain memory access patterns, എല്ലാ മെമ്മറി ആക്സസ് പാറ്റേൺസിലും ഉണ്ടാവത്തില്ല. പേജ് ഫ്രെയിം കൂടുന്തോറും പേജ് ഫോൾട്ടിൻ്റെ എണ്ണവും കൂടും. പക്ഷെ ഇവിടെ പേജ് ഫ്രെയിം കൂടുന്തോറും പേജ് ഫോൾട്ട് കൂടുന്നുണ്ടോ? മീൻസ് ഫ്രെയിമിൻ്റെ എണ്ണം കൂടുന്തോറും പേജ് ഫോൾട്ട് കൂടുന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഫ്രെയിമിൻ്റെ എണ്ണം കൂടുന്തോറും പേജ് ഫോൾട്ട് കുറയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഫ്രെയിം 3 ആയിരുന്നപ്പോൾ പേജ് ഫോൾട്ട് 18 നിന്ന് 16 ആയിട്ട് ഡിക്രീസ് ചെയ്തു. സോ ഈ ഒരു മെമ്മറി ആക്സസ് പാറ്റേണിൽ ബെലാഡി അനോമലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബെലാഡി അനോമലി മീൻസ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് പേജ് ഫ്രെയിംസ് റിസൾട്ട് ഇൻ ആൻഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ലല്ലോ, ഡിക്രീസ് ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ബെലാഡി അനോമലി ഇവിടെ ഈ ഒരു മെമ്മറി ആക്സസ് പാറ്റേണിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. പേജ് ഫ്രെയിമിൻ്റെ എണ്ണം കൂടുമ്പോൾ പേജ് ഫോൾട്ടും കൂടും. പക്ഷെ ഇവിടെ ഫ്രെയിമിൻ്റെ എണ്ണം കൂടിയപ്പോൾ പേജ് ഫോൾട്ട് 18 നിന്നും 16 ആയി. സോ ദിസ് ഈസ് എ ബെലാഡിസ് അനോമലി. ഓക്കെ, so this is the 7th question. Then 8th question is differentiate between internal and external fragmentation. So also another important question. So what is internal fragmentation? Internal fragmentation, fixed size memory blocks, square measure pointed to process. External memory fragmentation നമുക്കറിയാം വേരിയബിൾ സൈസ്ഡ് മെമ്മറി ബ്ലോക്ക് ആണ്. ഇവിടെ ഫിക്സ്ഡ് സൈസ്ഡ് മെമ്മറി ബ്ലോക്ക് ആണ്, ഇവിടെ വേരിയബിൾ സൈസ്ഡ് മെമ്മറി ബ്ലോക്ക് ആണ്. Then next difference is internal fragmentation happens when the method or process is larger than the memory. നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറിയും കാട്ടി കൂടുതലാവുമ്പോഴാണ്. ഇപ്പോൾ നമുക്കറിയാം മെമ്മറി ഇപ്പോൾ 3 MB ആണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ പ്രോസസ്സസ് 2 MB ആണെങ്കിൽ 2 MB അക്കോമഡേറ്റ് ചെയ്തു, ബാക്കി പറയുന്ന ഇത്ര എന്താണ് വേസ്റ്റേജ് ആണ്. ദിസ് ഇസ് ഇന്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. സോ വെൻ ദ പ്രോസസ് സൈസ് ഇസ് ലാർജർ ദാൻ ദ മെമ്മറി ആകുമ്പോഴാണ് ഇന്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ചെയ്യുന്നത്. എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോസസ്സിനെ റിമൂവ് ചെയ്യുമ്പം മെത്തേഡ് ഒരു പ്രോസസ് റിമൂവ് ചെയ്യുമ്പോഴാണ് എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ചെയ്യുന്നത്. ദെൻ സൊല്യൂഷൻ ഓഫ് ഇന്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഇസ് ബെസ്റ്റ് ഫിറ്റ് ബ്ലോക്ക്. ബെസ്റ്റ് ഫിറ്റ് ബ്ലോക്ക് ആണ്. നമുക്കറിയാം മെമ്മറി പാർട്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റ് ബ്ലോക്കാണ് സൊല്യൂഷൻ ടു ഇന്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. സോ എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ സൊല്യൂഷൻ ഇസ് കോമ്പാക്ഷൻ, പേജിങ് ആൻഡ് segmentation. Okay. Next difference is internal fragmentation occurs when memory is divided into fixed size partitionലാണ് ഈ ഒരു internal fragmentation occur ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 3 MB ആണെങ്കിൽ 3 MB ആയിരിക്കും, എല്ലായിടത്തും അവർ ഫിക്സഡ് ആണ്, അല്ല റൺ ടൈമിലല്ല. സോ ഇതെന്ത് പറയാം,
ഫിക്സഡ് സൈസ് പാർട്ടീഷനിലാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ വേരിയബിൾ സൈസ് പാർട്ടീഷനാണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് the difference between memory allocated and required space or memory is known as internal fragmentation. Then unused spaces formed between non-contiguous memory fragments unused ആയിട്ടുള്ള സ്പേസസ് എന്ന് പറഞ്ഞാൽ they are too small to serve a new process. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഓൾറെഡി ഇത്രയും സ്പേസ് ഇപ്പം വേക്കൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ 1 MB ഇവിടെ 1 MB പ്രോസസ്സ് ഇപ്പം 1 MB സ്പേസസ് വേക്കൻ്റ് ഹിയർ. പക്ഷെ ഒരു വരുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു 5 MB പ്രോസസ്സ് ആണെങ്കിൽ 5 MB പ്രോസസ്സ് ആണെങ്കിൽ ഓൾറെഡി ഇവിടെ നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യുക ഈ ഒരു കേസിൽ നമുക്കിവിടെ കൺസിഡർ ചെയ്യുക ഈ ഒരു കേസിൽ ഇവിടെ ഒരു 3 MB പ്രോസസ്സും 3 MB സ്പേസും ഇവിടെ ഒരു 1 MB സ്പേസും വേക്കൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ 1 MB സ്പേസ് ഇസ് ഓൾസോ വേക്കൻ്റ് ഹിയർ. ഓക്കെ, കൺസിഡർ ഹിയർ 3 MB space is vacant here, 1 MB space is vacant here, and similarly 1 MB space is vacant here. But 5 MB process ആണ് വരുവാണെങ്കിൽ already a vacant spaces is available here, but contiguous അല്ല. contiguous means contiguous അല്ല. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രോസസ്സിനെ അതിലൂടെ സെർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. That's external fragmentation. Okay, so these are the differences between the internal and the external fragmentation. Okay, next question is ninth question, which is under 5th module. Compare sequential access and direct access methods of storage devices. Okay, ഈ question already ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay, sequential access means the process, the record is file is processed, the information in the file is processed in order, that is one after the another. ഒരു റെക്കോർഡാണ് ഫയലിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ ഫസ്റ്റ് റെക്കോർഡ് പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും അടുത്ത റെക്കോർഡ്, ദെൻ നെക്സ്റ്റ് റെക്കോർഡ് ഇൻ ഓർഡർ, സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. സോ വേരിയസ് സീക്വൻഷ്യൽ ഓർഡർ ഓപ്പറേഷൻസ് ആർ റീഡ് നെക്സ്റ്റ്, റൈറ്റ് നെക്സ്റ്റ്, ദെൻ റീസെറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഡയറക്റ്റ് ആക്സസ് ഓർ റിലേറ്റീവ് ആക്സസ് മീൻസ് ഇപ്പം ഏത് റെക്കോർഡാണ് ഒരു ഫയലിലുള്ള ഏത് ഇൻഫോർമേഷനാണ് അറ്റ് എ ടൈം, ഏത് ഇൻഫോർമേഷനാണ് റാൻഡമായിട്ട് ആക്സസ് ചെയ്യേണ്ടത്, ആ ഒരു ടൈപ്പ് ആക്സസിനാണ് ഡയറക്റ്റ് ആക്സസ് ഓർ റിലേറ്റീവ് ആക്സസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് they are allows to read and write records rapidly in no particular order. So the various direct access file operations are read and write and position file. Read means the nth record read ചെയ്യാനാണ്, write means nth record write ചെയ്യാനാണ്. ഓക്കെ, nth റെക്കോർഡിലോട്ട് റൈറ്റ് ചെയ്യാനാണ്. പൊസിഷൻ ഫയൽ മീൻസ് ആ nth പൊസിഷനിലുള്ള റെക്കോർഡിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് സീക്വൻഷ്യൽ ആൻഡ് ഡയറക്റ്റ് ആക്സസ് മെത്തേഡ്സ്. Next, the 10th question, which is also come under the fifth module, that is define the terms disk bandwidth, seek time, rotational delay. So what is disk bandwidth? Disk bandwidth is the total number of bytes transferred divided by the total time between the first request for service and completion of the last transfer. Disk bandwidth means എത്ര amount of bytes ആണ് ട്രാൻസ്ഫർ ചെയ്ത് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ബിറ്റ്വീൻ ദ ഫസ്റ്റ് റിക്വസ്റ്റിനുള്ള സർവീസിനുള്ള ടൈമും ദെൻ ലാസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ കംപ്ലീഷനും. ദിസ് ഇസ് ദ ഡിസ്ക് ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് സീക്ക് ടൈം. വാട്ട് ഇസ് സീക്ക് ടൈം? ഡിസ്ക് ആം ഹെഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട്, ടൈം ഫോർ ദ ഡിസ്ക് ആം ടു മൂവ് ദ ഹെഡ് ടു ദ സിലിണ്ടർ. ഹെഡിനെ സിലിണ്ടറിലോട്ട് മൂവ് ചെയ്യാൻ, ആ ഒരു ഡിസൈഡ് സെക്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന സിലിണ്ടറിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് റൊട്ടേഷൻ ലേറ്റൻസി ഓർ റൊട്ടേഷൻ ഡിലേ? ഇറ്റ്സ് അഡീഷണൽ ടൈം ഫോർ ദ ഡിസ്ക് ടു റൊട്ടേറ്റ് ടു ദ ഡിസൈഡ് സെക്ടർ. മനസ്സിലാക്കുക, സീക്ക് ടൈം എന്ന് പറയുന്നത് ഡിസ്ക് ആമിൻ്റെ ടൈമാണ് ടു ദ ഡിസൈഡ് സെക്ടർ. ഓക്കെ, to move the head to the cylinder containing the desired sector. Rotation latency is the additional time for the disk to rotate the desired sector to the disk head. Okay. So these are the various terms related to disk, which is also come under the module 5. Okay.
These are the questions under part A, consisting of 5 modules. Okay, ഓരോ ക്വസ്റ്റ്യനും each 2 questions from each module. Okay, thank you.